CPO റാങ്ക് ലിസ്റ്റ് കാലാവധി തീരാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ നിയമനം നടക്കാത്തതിൽ ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ച ഉദ്യോഗാർത്ഥികൾ. സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞൊഴിയുന്ന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ഭിക്ഷയാചിച്ചുകൊണ്ടുള്ള ഈ സമരം. ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടിട്ട് 3 ദിവസമായി. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വൈഫ് പ്രസവിച്ച് എന്റെ കുഞ്ഞിനെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്റെ ലാസ്റ്റ് ചാൻസാ. എന്ത് ചെയ്യും? കാരണം എനിക്ക് വേറെ തൊഴിലില്ല. വയസ്സ് 31ആയി. ഞങ്ങളെപ്പോലുള്ള ഇത്രയും ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും? ഗവൺമെന്റിനോട് ചോദിക്കണം. ഞങ്ങൾക്ക് കാല് പിടിച്ച് ചോദിക്കുക. ഞങ്ങൾക്ക് കാല് പിടിച്ച് ചോദിക്കുക. കാണേണ്ടവർ എന്നെ ഞങ്ങൾ കണ്ടു. ലാസ്റ്റ് ഖജനാവി കാശ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ തെണ്ടിയെങ്കിലും ഖജനാവ് നിറയ്ക്കാനുള്ള തീരുമാനത്തില്ല. സെക്രട്ടേറിയറ്റ് പടിക്കലെത്തിയ CPO ഉദ്യോഗാർത്ഥികൾ കുറച്ചധികം മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്: ജോലി വേണം. റാങ്ക് ലിസ്റ്റ് കാലാവധി തീരാൻ ഇനി ഒരു മാസം മാത്രം ബാക്കി. പരാതികളും നിവേദനങ്ങളുമായി പലരെയും സമീപിച്ചു. സമരവും നടത്തി. സാമ്പത്തിക പ്രതിസന്ധി എന്ന് മറുപടി. പിന്നാലെയാണ് ഇങ്ങനെയൊരു ഭിക്ഷാ സമരം. ആദ്യം ഒരു പ്രിലിമിനറി പരീക്ഷ, പിന്നെ ഒരു മെയിൻ പരീക്ഷ, അതിനുശേഷം അവർ ഫിസിക്കൽ ടെസ്റ്റും പാസ്സായതിനു ശേഷം നോക്കൂ, തോർത്തു വിധിച്ച് ആളുകളിൽ നിന്ന് ഭിക്ഷ യാചിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ. ഇവർ ചോദിച്ചു വരുന്ന ഔദാര്യമല്ല. ഇവർക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഭിക്ഷ വേണ്ട. ഇവർക്ക് വേണ്ടുന്ന ഇവരുടെ അവകാശമാണ്. ജോലി ലഭിക്കുമെന്ന അവസാന പ്രതീക്ഷയും മങ്ങിത്തുടങ്ങിയ ഉദ്യോഗാർത്ഥികളുടെ സങ്കടമാണ് ഈ കണ്ട സമരം. 2019 PSC CPO റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 13,000-ലധികം പേർ. നിയമനം നടന്നത് വെറും 21% മാത്രം. പോലീസിലെ 7 ബറ്റാലിയനുകളിലായി നിരവധി ഒഴിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിയമനം നടത്താത്തതെന്ന ചോദ്യം ബാക്കി. അർഹതപ്പെട്ട ജോലിക്കായി തെരുവിലിറങ്ങുകയാണ് ആയിരങ്ങൾ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.